ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചക്ക എങ്ങനെ മുറിച്ചെടുക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചക്ക വെട്ടാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ചക്ക മുറിച്ചതിന് ശേഷം പിച്ചാത്തിയിലെ കറയൊക്കെ എങ്ങനെ കളയാം, എളുപ്പത്തിന് ചക്ക എങ്ങനെ മുറിച്ചെടുക്കാം എന്നാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം പലരും പല രീതിയിലാണ് ചക്ക മുറിച്ചെടുക്കുന്നത്. പലരും കത്താൾ കൊണ്ടിട്ടും പിച്ചാത്തി വെച്ചിട്ടൊക്കെയാണ് ചക്ക മുറിച്ചെടുക്കുന്നത്. നമ്മളിവിടെ സാധാ കറിക്കൊക്കെ അരിയുന്ന ചെറിയ പിച്ചാത്തി കൊണ്ടിട്ടാണ് ചക്ക എളുപ്പത്തിന് മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, കത്താളായാലും പിച്ചാത്തി ആയാലും തന്നെ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അത് വെച്ചിട്ട് നമ്മൾ ചക്ക നെടുകെ ഇതുപോലെ രണ്ടായിട്ട് കീറി കൊടുക്കുക. അപ്പം വളരെ പിഞ്ച് ചക്ക, അതായത് നമുക്ക് കറി വെക്കുന്ന പരുവമൊന്നും ആയിട്ടില്ല, വിളഞ്ഞിട്ടില്ല, വളരെ പിഞ്ച് ചക്കയാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തോരൻ വെക്കത്തക്ക രീതിയിൽ പാകത്തിനുള്ള ചക്കയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കറയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തപ്പോൾ തന്നെ പിച്ചാത്തിയിലൊക്കെ നല്ലതുപോലെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചക്ക മുറിക്കുന്നതിന് മുന്നേയായിട്ട് എപ്പോഴും ന്യൂസ് പേപ്പർ ഇതുപോലെ കരുതുക. അപ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ടിട്ട് നമുക്ക് ഈ കറ എളുപ്പത്തിന് പിച്ചാത്തിയിൽ നിന്നും ഇതുപോലെ തുടച്ച് മാറ്റാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ ചക്ക മുറിച്ചെടുക്കുന്നതിനായിട്ട് അത് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 3, 4, 5, 6 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് വീണ്ടും സെൻറ്റർ ഭാഗം വെച്ചിട്ട് വീണ്ടും അതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പിച്ചാത്തി ഇടയ്ക്കൊന്ന് നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ആ കറയൊന്ന് തുടച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ആ ഒരു മടലെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ആ ഒരു കട്ടിയുള്ള ആ ഒരു ഭാഗത്തിനാണ് കേട്ടോ മടലെന്ന് പറയുന്നത്. അപ്പം ആ ഒരു ചക്കയുടെ മടൽ നമ്മൾ പിച്ചാത്തി കൊണ്ടിട്ട് തന്നെ ഇതുപോലെ ചെത്തി കൊടുക്കണം. ചെത്തി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ചുള എളുപ്പത്തിന് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ചക്ക ഓരോന്നായിട്ട് ഇതുപോലെ പീസായിട്ട് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം കറ നന്നായിട്ട് പിച്ചാത്തിയിൽ നിന്നും തുടച്ച് മാറ്റി കൊടുക്കുക. തുടച്ച് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ സെൻറ്റർ ഭാഗത്തുള്ള മടലും ഇതുപോലെ ചെത്തി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നല്ലതുപോലെ ചെത്തി എടുത്തു കഴിഞ്ഞാൽ ആ ചക്കയിൽ നിന്നും കറ പൂർണ്ണമായിട്ട് നമുക്ക് മാറി വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആ ചക്ക ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്തതിന് ശേഷം ആ ചുള നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ മടൽ പൂർണ്ണമായിട്ട് ഇതുപോലെ ചെത്തി കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് നല്ലതുപോലെ എണ്ണ, വെളിച്ചെണ്ണയോ നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന എണ്ണ, ഏത് എണ്ണയായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ നല്ലതുപോലെ കയ്യിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ കയ്യിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. കറ ഇതിൽ പറ്റാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ കയ്യിൽ പുരട്ടി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പുരട്ടി കൊടുത്തതിന് ശേഷം അത് നമുക്ക് ആ ചക്കമടലിൽ നിന്നിട്ട് ആ ചുള നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെയധികം പിഞ്ച് ചക്ക ആയതുകൊണ്ട് തന്നെ ചുള എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വിളഞ്ഞ ചക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ചുള അതിൽ നിന്നും അടർന്നു പോരുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചക്കച്ചുള അതിൽ നിന്നും മുറിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു തോരനൊക്കെ വെക്കുന്ന ആ ഒരു പരുവത്തിനാണ് നമുക്കിവിടെ ചക്കച്ചുള കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഞാൻ രണ്ട് പീസിൽ നിന്നും ചക്കച്ചുള ഇതുപോലെ തോരൻ വെക്കാനായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക തീരെയും വെട്ടാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാവുന്നതാണ്. കറയൊന്നും തന്നെ പറ്റില്ല. അതുപോലെ തന്നെ ആ ചക്ക മുറിക്കുന്ന ആ ഒരു ഭാഗം താഴ്വശമായിട്ട് നമ്മളൊരു ചാക്കോ പേപ്പറോ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് വേണം ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തറയിലും ആ തറയും കൂടെ വൃത്തിയാക്കാനും വലിയ ബുദ്ധിമുട്ട് ചക്ക മുറിച്ചതിന് ശേഷം നമുക്ക് വരത്തില്ല. പേപ്പർ നമുക്ക് ഇതുപോലെ ചക്കമടൽ കളഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ പേപ്പറും കൂടെ ചുരുട്ടിയിട്ട് നമുക്ക് കളഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ചക്ക മുറിച്ചു മാറ്റി കൊടുത്തതിന് ശേഷം പിച്ചാത്തിയിൽ നിന്ന് നമുക്ക് കറ കളയുന്നത് വളരെയധികം എളുപ്പമാണ്. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ എണ്ണ നല്ലതുപോലെ മുക്കി കൊടുത്തതിന് ശേഷം പിച്ചാത്തിയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക. നല്ലതുപോലെ അമർത്തിയിട്ട് തന്നെയാണ് ഇവിടെ തേച്ച് കൊടുക്കുന്നത്. കാര്യം ഇത് പിഞ്ച് ചക്ക ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചക്ക മുറിക്കുന്ന പിച്ചാത്തി ആയാലും കത്താളായാലും എളുപ്പത്തിന് നമുക്ക് ക്ലീനായി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ നല്ലതുപോലെ എണ്ണയിൽ മുക്കിയിട്ട് കൈയും കൂടെ നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ മുക്കിയിട്ട് വേണം നമുക്ക് ഈ പിച്ചാത്തി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ആ പഴയതുപോലെ തന്നെ പിച്ചാത്തി
നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ചക്ക മുറിക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിന് ഇതുപോലെ മുറിച്ചെടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. പിച്ചാത്തിയും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.